മലക്കം മറിഞ്ഞും വസ്തുതാവിരുദ്ധമായ മറുപടികൾ നൽകിയും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സ്പ്രിംഗ്ലർ കേസിൽ കോടതിയിൽ നിന്ന് പ്രതിപക്ഷത്തിനേറ്റ തിരിച്ചടിയിൽ സതീശന് വ്യക്തമായ ഉത്തരമില്ല. മന്ത്രി വി. ശിവൻകുട്ടിക്കെതിരെ മോശം പരാമർശം നടത്തിയിട്ടില്ലെന്നും സതീശൻ ന്യായീകരിച്ചു. സ്പ്രിംഗ്ലർ കേസിൽ അഴിമതിയുണ്ടെന്നാണ് പ്രതിപക്ഷം ആരോപിച്ചിരുന്നത്. കോടതി ഇത് തള്ളിക്കളഞ്ഞു. അന്ന് വ്യാജപ്രചരണം നടത്തിയ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ മറുപടികൾ ഇങ്ങനെയാണ്. ആ കമ്പനിയുടെ 2 ഡയറക്ടർമാർ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അവർക്ക് ഐടിയുമായി യാതൊരു ബന്ധമില്ലാത്ത 2 പേരാണ്. ആ കാര്യമാണ് ഞങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. സർക്കാർ എന്തിനാണ് ടെലിമെഡിസിനിൽ ഫോൺ വിളിക്കുന്ന വ്യക്തികളുടെ മെഡിക്കൽ ഹിസ്റ്ററി റെക്കോർഡ് ചെയ്ത് ഇവരുടെ സെർവറിലേക്ക് അയക്കുന്നത്? അപ്പോൾ അതിന്റെ പുറകിൽ ആളുകളുണ്ട്. ഈ കമ്പനി തട്ടിക്കൂട്ടിയ കമ്പനിയാണ്. അതായത് ഈ കോൺട്രാക്ട് അവർക്ക് കൊടുക്കുന്നതിന് തൊട്ടു മുമ്പ് ഫെബ്രുവരി മാസത്തിൽ ഉണ്ടാക്കിയ കമ്പനിയാണ്. അല്ല, സ്പ്രിംഗ്ലർ കേസിന് ഞാൻ കേസൊന്നും കൊടുത്തിട്ടില്ല. അതിനെ പറ്റിയുള്ള വിവാദങ്ങൾ പുറത്തു വന്നപ്പോൾ അത് നടപ്പായില്ലല്ലോ. പിന്നെ കോടതി എന്ത് പറയാനാ? ഒരു കേസിലല്ലോ, ഇത് ബ്രൂവറി കേസ് ഉണ്ടാവുന്നു, AI ക്യാമറയുടെ കേസ് ഉണ്ടാവുന്നു. വളരെ ഗുരുതരമായ പരാമർശം കോടതി. അതൊക്കെ കോടതികളിൽ അനുകൂലമായും പ്രതികൂലമായും അഭിപ്രായം വരും. 2 കേസ് ടൈം ഡിലേഡ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഫോണിന്റെ കേസും ക്യാമറയുടെ കേസും അത് റിജക്ട് ചെയ്തത്. അത് ആയിക്കഴിഞ്ഞു. ഇനി ഇപ്പോൾ ആ കേസ് എടുക്കുന്നതിൽ പ്രസക്തിയില്ല എന്നാണ്. അത് കഴിഞ്ഞിട്ട് ഫയലിൽ സ്വീകരിച്ചല്ലോ കേസ്. പബ്ലിസിറ്റി ആണെങ്കിൽ ഫയലിൽ സ്വീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതേതോ ചീഫ് ജസ്റ്റിസ് ഓപ്പൺ കോടതിയിൽ അദ്ദേഹത്തിന് വായി തോന്നിയത് പറഞ്ഞാണ്. പക്ഷേ കേസ് ഫയലിൽ സ്വീകരിച്ചു. മന്ത്രി വി. ശിവൻകുട്ടിക്കെതിരെ മോശം പരാമർശം നടത്തിയിട്ടില്ലെന്നും സതീശൻ പറഞ്ഞു. ഇത്രയും വിവരദോഷികളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മന്ത്രിസഭ ഈ കേരളത്തിന്റെ ചരിത്രത്തിലില്ല. ഇവരെ പോലത്തെ ആളുകൾ മന്ത്രിമാരായിരിക്കാൻ യോഗ്യതയുള്ളവരാണോ? ഓന്റെ പോലെ മറ്റത് കാണിച്ചിട്ട് വേണം ചെയ്യാൻ. നാളുകൊണ്ടോ വിദ്യാഭ്യാസ മന്ത്രി, എൻ്റെ പിള്ളേരെ ഓർത്ത് ഞാനിങ്ങനെ സങ്കടപ്പെടുക. എൻ്റെ പിള്ളേരെ ഓർത്ത് ഇവനൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കേണ്ട സ്ഥിതി നമ്മുടെ പിള്ളേർക്ക് ഉണ്ടായല്ലോ. മന്ത്രി വി. ശിവൻകുട്ടി അവനെന്ന് വിളിച്ചിട്ടില്ലെന്ന് താങ്കൾ സഭയിൽ പറഞ്ഞു. ഇത് കള്ളത്തരമാണെന്ന് ഇപ്പൊ തെളിവ് സഹിതം പുറത്തു വന്നിരിക്കുന്നു. ഇല്ല, അതില് അങ്ങനെ തന്നെയാണ്. ഇവരൊക്കെ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവരൊക്കെ എന്നാണ് നിങ്ങൾ മാറ്റിക്കേണ്ടത്. അതിവേഗ പാതയിലും പ്രതിപക്ഷ നേതാവിന്റെ ഇരട്ടത്താപ്പ് ഈ മറുപടികളിൽ വ്യക്തമാണ്. സിൽവർ ലൈനെ സംബന്ധിച്ച് ഗവൺമെന്റ് പിന്മാറിയാൽ ഗവൺമെന്റ് നല്ലതാണ്. അത് അനുവദിക്കാൻ ഒരു കാരണവശാലും കേരളത്തിൽ അത് നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നത് പ്രതിപക്ഷ നിലപാടാണ്. ഞങ്ങൾക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. നല്ല ഒരു പ്രോജക്റ്റ് കേരളത്തിൽ അതിവേഗ ട്രെയിൻ കൊണ്ടുവരുന്നതിന് ഞങ്ങളാരും എതിരല്ല. വരണം, കേരളത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ മാറണം. പക്ഷേ അതിന് പാരിസ്ഥിതികമായി പരിശോധനകൾ നടത്തി സാമ്പത്തികമായി കേരളത്തിന് താങ്ങാൻ പറ്റുന്ന ഒരു പദ്ധതി വരട്ടെ. അത് കേന്ദ്രം കൊണ്ടുവന്നാലും ഇനിയിപ്പോൾ കേരളത്തിന് കൊണ്ടുവരാനൊന്നുമില്ലല്ലോ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.